എസ് അച്യുതാനന്ദന്റെ മരണത്തിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നാം കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് SDPI മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ്. പലർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്, ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്തരക്കാർ VSനെ ലക്ഷ്യമിടുന്നത്? VSന്റെ പ്രധാന പ്രതിയോഗികൾ എന്ന് പറയുന്നത് ഇവരൊക്കെയായിരുന്നു, ഈ മത തീവ്രവാദികൾ. VS പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോഴും ഓർക്കണം. ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ്. കേരളം അതിൻ്റെ ഒരു പ്രധാന താവളം, പരിശീലന കേന്ദ്രം, ആയുധശേഖരം എല്ലാം അതിൻ്റെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റുന്നുവെന്ന് VS വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അന്ന് ആരും അത് വേണ്ട രീതിയിൽ ചെവിക്കൊണ്ടില്ല. ചിലർക്കറിയാമായിരുന്നു അത്, പക്ഷേ അവരതൊക്കെ അവഗണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം VS ഉൾപ്പെടുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തന്നെയാണ് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ, ജമായത്തെ ഇസ്ലാമി, SDPI, PDP, ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ട് വരും മുസ്ലിം ലീഗിന് ഇവിടേക്ക് സ്വാഗതമെന്ന്. ഇവരെയൊക്കെ വളർത്തിയത് ഈ അബ്ദുൾ മദനിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടുപോയ അതിന് അതൃപ്തനായിരുന്നു VS. അതിനെ വളരെ ശക്തിയായിട്ട് ചോദ്യം ചെയ്ത ആളാണ്. പക്ഷെ അപ്പോഴെല്ലാം VSനെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. VS ഇപ്പം ഞാൻ ചോദിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ വളർന്നു കയറി വന്നു. VS ഇതിനകത്തൊക്കെ ആദ്യകാലം മുതലേ പറഞ്ഞ കാര്യങ്ങളല്ലേ. നമ്മളതിൻ്റെ ഓരോ വിഷയം വരുമ്പോൾ പിണറായി വിജയൻ പൊതുവെ മൗനത്തിലാണല്ലോ. അല്ല, അത് ഇവരെ വളർത്തിയത് ആരാ? പിണറായി വിജയനും പങ്കുണ്ട്, ഇപ്പുറത്ത് കോൺഗ്രസിലും പങ്കുണ്ട്. ഇപ്പൊ കോൺഗ്രസ്സുകാർ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയല്ലോ നിലമ്പൂരിൽ. ഇപ്പോൾ SDPI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു രൂപമായി തീർന്നിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിലുള്ള നല്ല പങ്കും പ്രവർത്തകർ ഇപ്പോൾ SDPIയിലാണ്. മുൻനിര നേതാക്കന്മാരെല്ലാം കൽത്തുറുങ്ങിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ബാങ്ക് ഇടപാടുകൾ ഒക്കെ SDPIയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഹങ്കാരത്തോടുകൂടി നിൽക്കുന്നത്? അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ലേബൽ വെച്ച് നിൽക്കുകയാണ്. ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവരും ദേശത്തിന് വിരുദ്ധമായിട്ട് പോയി കഴിഞ്ഞാൽ അതിനെയും നിരോധിക്കാം. അങ്ങനെ അത് പറ്റില്ല എന്നൊന്നും നിയമം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പൊ ആലപ്പുഴയിൽ തന്നെ ഉണ്ടായ മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട് MA ബേബി പോലും അത് ന്യായീകരിക്കുമ്പോൾ VS അച്യുതാനന്ദനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് VSനെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ജോസഫ് മാഷൊക്കെ. കാരണം അത്രയും ഇദ്ദേഹം VS അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. VSന് പല കാര്യങ്ങളിലും ഒന്നും ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ഇവർ കെട്ടിയിട്ടു എന്നുള്ളതാണ്. പക്ഷേ MA ബേബിയല്ല അന്ന് അധ്യാപകനെതിരായിട്ടാണ് സംസാരിച്ചത്. അന്ന് VSന്റെ ഭരണകാലമാണ് 2006, 2011. MA ബേബി പറഞ്ഞ എന്താണ്? ജോസഫ് മാഷ് മണ്ടൻ എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ചോദ്യപേപ്പർ ഇട്ടു എന്നുള്ളതിൻ്റെ പേരിൽ. പക്ഷേ VS അത് കാര്യം മനസ്സിലായിട്ടുണ്ട്. VSനറിയാം ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. VS മുമ്പേ പറഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ വളർച്ചയാണ് ഈ കാണുന്നതൊക്കെ. അവരാധിപത്യം. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടല്ലേ VS ഈ നമ്മുടെ പൊതുധാരയിൽ നിന്ന് കാര്യങ്ങളൊന്നും അറിയാതെ മാറി നിൽക്കുകയല്ലായിരുന്നു. പൂർണ്ണമായിട്ടും ആരോഗ്യം അങ്ങോട്ട് ഒത്തുചേർന്നിട്ടില്ലായിരുന്നു. അതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതൊന്നും ഈ പൊതു ഇടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ലായിരുന്നു. ഈ സമീപകാലത്ത് ഈ മതതീവ്രവാദികളിലൂടെ ഉണ്ടായിട്ടുള്ള നിരവധി കാര്യങ്ങളല്ലേ. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം. ഈ ആലപ്പുഴയിൽ തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ മുദ്രാവാക്യമുണ്ടത് ആലപ്പുഴ ജില്ലയിലാണ്. അത് VSന്റെ തട്ടകത്തിലാണ്. അതെ. അപ്പൊ ഈ SDPIക്ക് അവിടെ വലിയ വളർച്ചയുണ്ട്. അമ്പലപ്പുഴയിലെ CPMന്റെ അവിടെ MLA സ്ഥലം. ആ SDPI ബന്ധമൊക്കെയാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളതാണ്. സുധാകരനൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം. അവിടെ ഏത് തരത്തിൽ SDPI പ്രവർത്തിക്കുന്നുവെന്നും സലാം അതിൻ്റെയൊക്കെ ആളാണെന്നും ഒക്കെ കൃത്യമായിട്ടറിയാം. ആലപ്പുഴയിൽ അന്ന് 19 അവിടുന്ന് ജയിച്ച ആരായിരുന്നു? ആരിഫിന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്.
ആലപ്പുഴയിലായിരുന്നല്ലോ അതിശക്തമായിട്ടുള്ള ആ പ്രകടനം നടന്നത്. അല്ല, അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. തട്ടമിടാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചതെന്ന്. അതെ അതെ അതെ. പിന്നെ ആരായിരുന്നു അവര്? ഷാനിമോളാണ്. ഷാനിമോൾ ഒരിക്കലും ഈ ജയിക്കാത്ത ഒരു, നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഉണ്ണിത്താൻ അവസാനമെങ്കിലും 2 വട്ടം കാസർഗോഡ് നിന്ന് ജയിച്ചു. ഇതൊരിക്കലും ജയിക്കത്തില്ല. അപ്പോൾ എതിർപക്ഷക്കാർക്ക് എളുപ്പമാണ് വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ MLA ജയിച്ചു വന്നിട്ടുള്ളത് ഒരു സമയത്ത് മാത്രം, അത് അധിക നാൾ നിന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി പ്രധാന ഇടങ്ങളിലെല്ലാം തോറ്റുപോയിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പം VS-ന് അതാണ് ഇവർ ഇത്രത്തോളം ഈ ഒരാളെ മരണത്തിൽ പോലും പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ അധ്യാപകൻ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതും അധ്യാപകനാണ്, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ. ഇനി VS-നെ പോലുള്ള ഒരാളുടെ ചരിത്രം പാഠപുസ്തകങ്ങളിൽ പോലും വരാം. അത് പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകരെ അതിനെ എന്ത് ചെയ്യും, ചിലപ്പോൾ അതൊക്കെ മാറ്റിപ്പറയുന്ന ഒരു രീതിയിലേക്ക് പോലും എത്തും എന്നുള്ളതാണ്. അവരെ വേറൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലും കൊണ്ടുപോകും എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ, കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്, VS ഇത്തരത്തിലുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മൾ ആലോചിക്കണം, അതേ അവസരത്തിൽ തന്നെ ജനസേവനം നടത്തുന്ന, ജനങ്ങളെ സേവിക്കുന്ന അമൃതാനന്ദമയി ഏത് തരത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടി ഓർക്കണം. ഇവരെന്ന് പറഞ്ഞാൽ പക്ക മത തീവ്രവാദികൾ തന്നെയാണ്. നമുക്കറിയാം, LDF-ന്റെ കൺവീനർ രാമകൃഷ്ണൻ പറയുകയുണ്ടായി ഈ അടുത്ത കാലത്തെ, ലീഗിനോട് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, ഇവരുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചു വരിക, അപ്പോൾ LDF-ലേക്ക് പ്രവേശം ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇവർക്ക് മുസ്ലിം ലീഗിന് ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് പകല് പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ചില തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇവർക്കും കിട്ടിയിട്ടുണ്ട്, LDF-നും കിട്ടിയിട്ടുണ്ട് ഇവരുടെ സഹായം. അല്ലാതെ ഒരു പക്ഷം മാത്രം ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ ഇപ്പം നിരോധിച്ചപ്പോൾ ഇവർ ഒക്കെ ഒന്ന് ഹാലിളകിയല്ലോ ആദ്യം. അന്നേരം ഇരുപക്ഷത്തുള്ളവർ പറഞ്ഞല്ലോ, എന്താണ്, പിന്നെ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഇവിടെ ഫാസിസമാണ്, ഭരണകൂട ഭീകരതയാണ് നടമാടുന്നതെന്നൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ പറയുകയുണ്ടായി. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും ഈ വർഗീയ പാർട്ടികളെ ഒക്കെ നിരോധിച്ചിട്ടുണ്ട് പലതിനെയും. പക്ഷേ അതൊക്കെ എന്ത് ചെയ്തു, കോൺഗ്രസ്സുകാർ അതൊരു പേരിന് വേണ്ടിയുള്ള നിരോധനമായിരുന്നു. ഇന്ത്യയിൽ UPA സർക്കാരിൻ്റെ കാലത്തെ അവർ മറ്റൊരു മുഖത്തിൽ തിരിച്ചു വരും. ഇവരെന്ത് ചെയ്തു, പിന്നെ ഇതിനെ പിന്തുടരുന്നില്ല. നിരോധിച്ച ഒരു സംഘടന പിന്നെ ഏത് തരത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നില്ല, അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നില്ല. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും ഉണ്ടായി. തുടരന്വേഷണം ധാരാളം പ്രാവശ്യം ഉണ്ടായില്ലേ? ഇവിടെ ആദ്യം പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇരുചവി അറിയാതല്ലേ നേതാക്കന്മാരെ കൊണ്ടുപോയത്. പിന്നീട് ഇവിടുത്തെ ഈ പോലീസ് ഗ്രൂപ്പിൻ്റെ പച്ചവെളിച്ചം ഗ്രൂപ്പ് തന്നെ പല കാര്യങ്ങളും ഉടനെ അവരുടെ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് കേന്ദ്രം ഇടപെട്ട് ഇതിനെ നിരോധിച്ചതെന്നുള്ളതാണ്. അപ്പോൾ VS പറഞ്ഞത് യാഥാർത്ഥ്യമായി വരികയായിരുന്നു. ആ അവസരത്തിലാണ് കേന്ദ്രം ഇതിന് പിടിയിട്ടതെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.